പക്ഷേ നമ്മൾ വിഡ്ഢികളാണ്, പറയാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് വിഡ്ഢികളാണ് എന്ന് ചോദിച്ചാൽ, പൂർവികമായി പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ആ ഒരു ചിന്തയും കൂടാതെ നമ്മൾ അതേപടി അംഗീകരിക്കുകയാണ്. അതംഗീകരിക്കരുത്. ഇപ്പോൾ തന്നെ ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു തരാം. മാളികപ്പുറത്ത് നിന്നും മകരവിളക്ക് എന്ന് പറയുന്നത് മകര 1-ാം തീയതി എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. അല്ല, മകരവിളക്ക് എന്ന് പറയുന്നത് മകരസംക്രമമാണ്. അത് തലേ ദിവസമാണ്. തലേ ദിവസം എന്ന് പറയുന്നത് ധനുമാസം 30-ാം തീയതി ആവാം, ധനുമാസം 29-ാം തീയതി ആവാം. ധനുമാസം 29-ാം തീയതി ആയാലും 30-ാം തീയതി ആയാലും അന്നത്തെ ദിവസമാണ് മകരവിളക്ക്. ആ മകരവിളക്ക് കഴിഞ്ഞാൽ, മകരവിളക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6:45, 7 മണി എന്ന് വിചാരിച്ചോളൂ. 7 മണി കഴിഞ്ഞാൽ മകരം, ധനു 30, മകരം 1, 2, 3, 4, 5 ദിവസത്തേക്ക് ഒരെഴുന്നള്ളക്ക് വരുന്നുണ്ട്. മാളികപ്പുറത്ത് നിന്ന് ഒരു എഴുന്നള്ളിപ്പ്. ആ എഴുന്നള്ളത്ത് 4 ദിവസം വന്ന് നിൽക്കുന്നത് 18-ാം പടിയുടെ ചുവട്ടിൽ. 5-ാം ദിവസം ആ എഴുന്നള്ളത്ത് സർവാഭരണ വിഭൂഷിതമായി പോകുന്നത് എങ്ങോട്ട്? ശരംകുത്തിക്കൽ. ശരംകുത്തി വരെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗുരുസ്വാമിമാരിൽ, ഇവിടെയുള്ള ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് ആരും പരാതിപ്പെടരുത്, ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഗുരുസ്വാമിമാരിൽ ചിലർ ഇതെങ്ങനെയായി എഴുന്നള്ളത്ത്? അത് മാളികപ്പുറത്തിൻ്റെ എഴുന്നള്ളത്താണ്. മാളികപ്പുറം അങ്ങോട്ടേക്ക് ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, 2019 ശബരിമലയിലേക്ക് കടക്കാൻ നിവൃത്തിയില്ലാതെ ഒരൊറ്റ സ്വാമിമാർ പോലും പോകാതിരുന്നൊരു വർഷം നമുക്കുണ്ട്. ആ വർഷത്തിൽ നമ്മുടെ MLA പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയ ഒരു വിദ്വാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന്, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞു, ഇത്തവണ അയ്യപ്പൻ്റെ കല്യാണം കഴിഞ്ഞു. ആലോചിച്ച് നോക്കുക, എന്തേ കാരണം? അയ്യപ്പൻ കല്യാണം കഴിക്കാനുള്ള കാരണം ഒരൊറ്റ സ്വാമിമാർ പോലും, അതായത് ഒരൊറ്റ നമ്മുടെ ശിഷ്യൻ സ്വാമിമാർ അല്ലെങ്കിൽ കന്യസ്വാമിമാർ ഒരാൾ പോലും ശബരിമലയിൽ വന്നിട്ടില്ല. ഇത്തവണ മാളികപ്പുറം പറ്റിച്ചിരിക്കും, കല്യാണം കഴിച്ചിരിക്കും. അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? ശബരിമലയ്ക്ക് ഇങ്ങനെ ഒരു ചരിത്രമുണ്ടോ? 365 ദിവസം ശബരിമല അയ്യപ്പസ്വാമിയെ, നമ്മുടെ കൺകണ്ട ദൈവത്തെ പൂജിച്ച ഒരാൾ ഇവിടെ ഇരിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അർത്ഥമറിയാതെ നമ്മളൊന്നും ചെയ്യരുത്. അർത്ഥമറിഞ്ഞു വേണം ചെയ്യാൻ. അങ്ങനെ ചെയ്യാൻ തയ്യാറാവുമ്പോൾ എന്തുകൊണ്ട് ഈ എഴുന്നള്ളിപ്പ് വന്നു? അത് സാക്ഷാൽ അയ്യപ്പസ്വാമിയാണ്. ആദ്യത്തെ മുതൽ 1-ാം ദിവസം മുതൽ, മകരവിളക്കിൻ്റെ അന്ന് മുതൽ 18-ാം പടിക്കൽ വരുന്ന 4 രൂപങ്ങളും ഏറ്റവും അവസാനം സർവാഭരണ വിഭൂഷിതനായി ചക്രവർത്തി തുല്യനായി പോകുന്നതും എന്തിനു വേണ്ടി? വൃശ്ചികം 1-ാം തീയതി നട തുറക്കും. എല്ലാവർക്കും അറിയാം, തലേ ദിവസമാണ് നട തുറക്കുന്നത്. വൃശ്ചികം 1-ാം തീയതി നട തുറന്ന് സ്വാമിമാർ ദർശനത്തിനായി എത്തിത്തുടങ്ങുമ്പോഴേക്കും നമ്മളൊക്കെ പോയച്ച് പിറ്റേ ദിവസം, അതിൻ്റെ പിറ്റേ ദിവസം, അല്ലെ 3 ദിവസം, 4 ദിവസം, 5 ദിവസം, അതിൽ കൂടുതൽ ആരും നിൽക്കില്ല, എല്ലാവരും തിരിച്ചു പോരും. പക്ഷേ നമ്മൾ പോരുന്നിടം വരത്തേക്ക്, അതായത് വൃശ്ചികം 1-ാം തീയതിയുടെ തലേ ദിവസം വരത്തേക്ക് അവിടെ മുഴുവനും അയ്യപ്പസ്വാമിക്ക് കാവലായി നിൽക്കുന്നത് ശിവഭൂതങ്ങളാണ്, അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളാണ്. ആ ഭൂതഗണങ്ങൾക്ക് കർശനമായ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. എന്നെ അന്വേഷിച്ച് ഞാൻ തന്നെ വരികയാണ്, അതായത് സ്വാമിമാർ. ആ സ്വാമിമാരെ ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടുത്താൻ പാടില്ല. നിങ്ങൾ ഒരു കാരണവശാലും അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൻ്റെ അതിർത്തി എന്ന് പറയുന്ന ഈ ശരംകുത്തിയുടെ അങ്ങേ വശത്തേക്ക് പോയിക്കൊള്ളണം. ഞാൻ നിങ്ങളെ വന്ന് ക്ഷണിക്കും. ഏറ്റവും അവസാനം നടയടയ്ക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ നിങ്ങളെ വന്ന് ക്ഷണിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടത്തിൽ പോന്നോളണം. പിന്നെ നിങ്ങളുടേതായി അടുത്ത വർഷം വരെ. അങ്ങനെ ഭൂതഗണങ്ങളെ ക്ഷണിക്കാൻ പോകുന്ന അയ്യപ്പസ്വാമി അവസാനത്തെ ദിവസം മകരം 4-ാം തീയതി, മകരം 5-ാം തീയതി സർവാഭരണ വിഭൂഷിതനായി അങ്ങോട്ടേക്ക് ആലവട്ടം, പെഞ്ചാമരം, തീവെട്ടി, എന്തെല്ലാം ഘോഷം, ആന, അമ്പാരി എല്ലാമായിട്ട് നേരെ ശരംകുത്തി വരെ ചെല്ലും. ശരംകുത്തി ചെന്ന് നായാട്ട് വിളിച്ച് അവസാനിപ്പിച്ച് തിരിച്ചു പോരുമ്പോൾ ആകെ ഒന്നുമില്ല. ആലവട്ടമില്ല, വെഞ്ചാമരമില്ല, ഇതെല്ലാം മാറ്റി വെച്ചു, തീവെട്ടി മാറ്റി, എല്ലാം കഴിഞ്ഞു. അവസാനമുള്ളതൊരു പന്തം മാത്രമാണ്.
ഒരു പന്തത്തിൻ്റെ വളരെ ചെറിയ വെളിച്ചത്തിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ അറിവില്ലായ്മ കൈമുതലായിട്ടുള്ള ഗുരുസ്വാമിമാർ പറഞ്ഞു കൊടുത്തു, സങ്കടപ്പെട്ടു വരിക. എന്താ കാരണം? ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ലക്ഷക്കണക്കിന് ശരക്കോലാണ് ശരം കുത്തിയാലിൻ്റെ ചുവട്ടിൽ കിടക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വാക്ക് വലിക്കാൻ പറ്റുമോ? അപ്പോൾ പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, സങ്കടപ്പെട്ട് മാളികപ്പുറം തിരിച്ചു പോവുക. പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും ഇത് നമ്മളല്ല എന്ന് മനസ്സിലാക്കണം. ഇത് നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായി ഉറപ്പിച്ചു സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ വിശ്വാസങ്ങളിലുള്ള വൈരുദ്ധ്യം ആണ് എന്ന് പറഞ്ഞ് ഞാനിത് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായത്. പിന്നെ ഒന്ന്, നമ്മൾ ഒരു പരിപാവനമായ ഒരു ക്ഷേത്രത്തിൽ നിന്ന്, സങ്കേതത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്നത്തെ ദിവസം അന്ന് ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്നാനം ചെയ്യരുത്. ഇതെന്താ ചെയ്യുന്നത്? ശബരിമല ദർശനം കഴിഞ്ഞ് നേരെ ഇറങ്ങി പമ്പയിൽ വന്നു, പമ്പയിൽ ചാടി ഉണ്ടായിരുന്ന മുണ്ടും എല്ലാം കൂടെ പറിച്ചു കിടന്നു. സത്യത്തിൽ എന്തൊരു കഷ്ടമാണ്! അങ്ങനെ ഒരു ആചാരമുണ്ടോ? ആ ആചാരത്തിന് കാരണഭൂതമായത് എന്ത്? ആ ആചാരത്തിന് കാരണഭൂതമായത് നമ്മളൊക്കെ സാധാരണക്കാരാ, നമുക്കൊന്നും വയറില്ല. പക്ഷേ ശബരിമല ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 പേര് നിൽക്കാനുള്ള സ്ഥലം ഒരൊറ്റയാൾക്ക് വേണം. കാരണം ഇയാൾ നിൽക്കുന്നത് 3 അടിയോ 4 അടിയോ പുറകിലാണ്, പക്ഷേ ഇയാളുടെ കുമ്പ നിൽക്കുന്നത് 4 അടി മുമ്പിലാണ്. ആ തരത്തിലുള്ള ഒരു സ്വാമി, തമിഴ്നാട് സ്വാമി, വെള്ളത്തിലിറങ്ങി മുങ്ങിയപ്പോൾ അയാളുടെ മുണ്ട് പറഞ്ഞു പോയി. ഉനക്കിതും വേണമാ, എടുത്തുക്കോ. ആലോചിച്ച് നോക്കൂ. സ്വന്തം പേഴ്സ് വീണപ്പോൾ ഇതും വേണമാന്ന് ചോദിച്ചാൽ അയ്യപ്പ സ്വാമിക്ക് കൊടുത്തു. അതേപോലെ പമ്പയിലിറങ്ങി മുങ്ങിയപ്പോൾ മുണ്ടുപോയി, ഇതും വേണമാ, കൊടുത്തു. ഒരുത്തൻ ചെയ്തു, 2 പേര് ചെയ്തു. അത് പിന്നീട് അതൊരു ആചാരമായിട്ട് മാറ്റി. പമ്പയിലെ വെള്ളം മലീമസമായി. ഇനി അടുത്തത് നോക്കാം. വളരെയേറെ കഷ്ടപ്പെട്ടാണ് അവിടെ നടമാടിയിരുന്ന ഒരു അനാചാരം, ആചാരമല്ല അനാചാരമാണ് എന്ന് വ്യക്തമാക്കി അന്ന് നമ്മോടൊപ്പം കൃത്യമായി ഉണ്ടായിരുന്ന ഒരാളാണ് ടി കൃഷ്ണൻ നായർ സ്വാമി. ഏതാണെന്നറിയാമോ? ഗുരുസ്വാമി വരികയാണ്. 100 പേര് 150 പേര് ഈ ഹാളിൽ നിരന്നിരുന്ന് ഉച്ച ഊണ് കമ്പാസദ്യ കഴിക്കാനിരിക്കുകയാണ്. ഗുരുസ്വാമി പറഞ്ഞു, സ്വാമി അയ്യപ്പൻ ഇങ്ങേ ഭക്ഷണം എടുക്കാൻ ഉച്ചയ്ക്ക് വേണ്ടി ഉட்கார்ന്നത്. സ്വാമി അയ്യപ്പൻ നമ്മുടെ പന്തിയിൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഗുരുസ്വാമിയാണ് പറയുന്നത്. അദ്ദേഹം വിളിച്ചു 1000 ലേലമാണ്. 1000, 2000, 3000, 4000, 12000, 20000, 30000. 30000 രൂപയ്ക്ക് ലേലം ഉറപ്പിച്ച സ്വാമിക്ക് ഈ എച്ചില മുഴുവൻ സ്വന്തമാണ്. ആ സ്വന്തമാക്കുന്ന എച്ചില എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ കണ്ടിട്ടില്ല, ഭാഗ്യവാന്മാർ. നിങ്ങൾ ഈ എച്ചിലയിൽ ഇവിടം മുതൽ ഒരൊറ്റ കിടത്താണ്, കിടന്നിട്ട് ഒറ്റ ഉരുളിച്ചയാണ് അവിടം വരെ. തിരിച്ചിങ്ങേ വശത്തെ അവിടുന്ന് ഇവിടം വരെ ഉരുണ്ടു. ഇനി അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണെങ്കിലും പോട്ടെ എന്നേക്കാം. വേറൊരു വലിയ തുണ്ടെടുത്തു, തുണ്ടെന്ന് പറഞ്ഞ തുണി, ആ തുണിയെടുത്ത് വിരിച്ചു. ഈ എച്ചില മുഴുവൻ കൂടെ വാരി ഇതിൻ്റെ തലയിലിട്ടു, ഇതിലിട്ടു, മടക്കി കെട്ടി. ഇത് തലയെ വെച്ചുകൊണ്ട് എരുമേലിൽ പേട്ട തുള്ളുന്നത് എങ്ങനെയാണോ അതുപോലെ ഈ എച്ചിലയും കൊണ്ട് വലിയാനത്താവളത്തിൽ നിന്ന് പമ്പയിലേക്കാണ് വരുന്നത്. കൂട്ടത്തിൽ ഈ കരിമല കയറി ഇറങ്ങി വരുന്ന സ്വാമിമാരുടെ ശരീരത്തും അവർ കൊണ്ടുവരുന്ന പവിത്രമായ കെട്ടിലും മുഴുവനും ഈ എച്ചിൽ തെറിപ്പിക്കുകയാണ്. ശരിയായിരുന്നില്ലേ? ഏറെ കഷ്ടപ്പെട്ടു. ഇത് അനാചാരമാണ്, അനാചാരമാണ്, അനാചാരമാണ് എന്ന് ഏതാണ്ട് ഒരു 10 വർഷത്തെ നിരന്തരമായ പലരുടെയും എതിർപ്പും, ആരും കയ്യേറ്റം ചെയ്തില്ല. ഭാഗ്യത്തിന് അന്ന് കയ്യേറ്റം ചെയ്യാൻ തോന്നില്ലായിരുന്നു, കുറച്ചുകൂടെ തടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ അനാചാരം നിർത്തി.